ഓക്കെ, ഈ പ്ലാനിൽ ഇനി ടെക്സ്റ്റ്, ഡയമെൻഷൻ, ഹാച്ച് തുടങ്ങിയൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. സോ നമുക്ക് ആദ്യം ഹാച്ച് ചെയ്യാം. അപ്പോൾ വോൾ ഹാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ലെയർ ഉണ്ടാക്കുകയാണ്. ഓക്കെ, എന്നിട്ട് അതിലേക്കാണ് ഹാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഹാച്ച് എന്ന് ലെയർ ഉണ്ടാക്കുന്നു, കളർ സെറ്റ് ചെയ്യണു. അതിന് ശേഷം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് പുതിയ ഡ്രോയിങ്സ് വരണം എന്നുണ്ടെങ്കിൽ നമ്മളതിനെ കറൻറ്റ് ലെയർ ആക്കണം. അപ്പോൾ ഒബ്ജക്റ്റുകളൊന്നും സെലക്ട് ചെയ്യാതെ നേരെ പോയിട്ട് ലെയറിൻ്റെ അതിൽ പോയിട്ട് എന്ത് ചെയ്യുക, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കറൻറ്റ് ലെയർ ആവും. ഇതുവരെ 0 ആയിരുന്നു, ഇപ്പോൾ അത് മാറിയിട്ട് ഹാച്ചിൻ്റെ ലെയർ ആയിട്ടുണ്ട്. ഇനി ഹാച്ച് ചെയ്യാം. എച്ച് അടിക്കുക, ഹാച്ച് വരും. ഹാച്ചിൽ നമുക്ക് വേണ്ട ടൈപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു പ്രിവ്യൂ നോക്കാം. പ്രിവ്യൂ നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ സ്കെയിൽ കൂട്ടുക, കുറയ്ക്കുക, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ആവശ്യാനുസരണം ചെയ്യുക. വേറെ പ്രിവ്യൂ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ലെഫ്റ്റ് മൗസ് ബട്ടൺ വെച്ചൊന്ന് ക്ലിക്ക് ചെയ്യുക. ആദ്യം മൗസ് വെറുതെ അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ മതി. അപ്പോൾ അതിങ്ങനെ പ്രിവ്യൂ ആണ് കാണിക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഹാച്ച് അവിടെ വന്നോളും. അതങ്ങനെ നമുക്കത് മുഴുവനും എവിടെയൊക്കെ ചെയ്യണോ അവിടെയെല്ലാം ഒറ്റയടിക്ക് തന്നെ ചെയ്തു പോകാൻ പറ്റും. ഇനിയിപ്പോൾ എവിടെയെങ്കിലും അറിയാണ്ട് ഇപ്പോൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ Ctrl+Z അടിച്ചു കഴിഞ്ഞാൽ അത് മാത്രം അൺഡു ചെയ്തോളും. ദെൻ നിങ്ങൾക്ക് വീണ്ടും ബാക്കിയുള്ള ഭാഗങ്ങൾ ഹാച്ച് ചെയ്യാനായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഹാച്ച് ചെയ്യുന്ന പരിപാടി കഴിഞ്ഞു. ഇനി കറൻറ്റ് ലെയറായിട്ടുള്ള ഹാച്ചിനെ എന്താ ചെയ്യുക, തിരിച്ച് 0 തന്നെ ആക്കുക. അല്ലെങ്കിൽ ഇനി വരയ്ക്കുന്ന ഒബ്ജക്റ്റുകൾ അതിൻ്റെ ഉള്ളിൽ വരാൻ സാധ്യതയുണ്ട്. ഇനി ടെക്സ്റ്റുകൾ എഴുതുകയാണ്, റൂമിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ. അതിന് നമ്മൾ ടി എന്ന കമാൻഡാണ് ഉപയോഗിക്കുന്നത്. അതിന് മൾട്ടി ലൈൻ ടെക്സ്റ്റ്, അതാണ് ടി ഉപയോഗിക്കുന്നത്. ഒരു റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ടൈപ്പ് ചെയ്യാം. ഈ ടൈപ്പ് ചെയ്യുന്ന മുന്നേ തന്നെ നമുക്ക് ഹൈറ്റ് കൂട്ടണമെങ്കിൽ അവിടെ പോയിട്ട് എന്ത് ചെയ്യാം, ഹൈറ്റ് അവിടെ 2.5 ഉള്ളത്, കാരണം നമ്മൾ സെൻറ്റിമീറ്റർ വരയ്ക്കുന്നതുകൊണ്ട് അത് 25 ആക്കണം. അല്ലെങ്കിൽ 20 ആക്കണം, 20 ആക്കാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഓക്കെ, റൂം എഴുതി അതിൻ്റെ താഴെ എൻ്റർ ചെയ്തിട്ട് അതിൻ്റെ റൂമിൻ്റെ സൈസ് എഴുതി. ഇനി അതിൻ്റെ പൊസിഷൻ, ഇപ്പോൾ ഉദാഹരണത്തിന് ബെഡ് ലെഫ്റ്റിക്കും ആയിട്ടല്ല നിൽക്കുന്നത്, അത് സെൻറ്ററായി നിൽക്കണം എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് പ്രോപ്പർട്ടിയിൽ വന്നു കഴിഞ്ഞാൽ താഴെ ജസ്റ്റിഫൈ കാണാം. അവിടെ വന്നിട്ട് സെൻറ്റർ, മിഡിൽ സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വരും. അതിനുശേഷം ആ റൂമിൻ്റെ സെൻറ്ററാക്കി വെക്കണമെങ്കിൽ നമ്മളത് മൂവ് ചെയ്ത് വെക്കുക തന്നെ വേണം. ഓക്കെ, അങ്ങനെയാണ് ടെക്സ്റ്റ് പ്ലേസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കോപ്പികൾ എടുത്ത് വെച്ചിട്ട് മോഡിഫൈ ചെയ്താൽ മതി, അതായിരിക്കും എളുപ്പം. ഇനി നമ്മൾ വെറുതെ ആദ്യം ടെക്സ്റ്റ് അടിച്ചപ്പോൾ ഹൈറ്റ് മാറ്റാൻ മറന്നുപോയി എന്ന് വിചാരിക്കാം. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വരാന്ത നോക്കാം. അപ്പോൾ വരാന്ത നമ്മൾ ആദ്യം ടെക്സ്റ്റ് അടിക്കുകയാണ്. അപ്പോൾ ടെക്സ്റ്റ് കമാൻഡ് ഉപയോഗിക്കുമ്പോൾ സാധാരണ ടെക്സ്റ്റ് കമാൻഡ് ഉപയോഗിച്ചു വരാന്തയുടെ സൈസ് ഒന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ടെക്സ്റ്റ് കമാൻഡ് അടിച്ചു, നേരത്തെ ചെയ്ത അതേമാതിരി തന്നെ അത് ചെയ്യണു. പക്ഷേ ഇവിടെ ടെക്സ്റ്റിൻ്റെ ഹൈറ്റ് അവിടെ മാറ്റുന്നില്ല. പകരം എന്ത് ചെയ്യണം, അതേ ഹൈറ്റ് തന്നെ നമ്മളിവിടെ എൻ്റർ ചെയ്യണം. വരാന്ത എൻ്റർ ചെയ്യണം, അതിൻ്റെ താഴെ തന്നെ അതിൻ്റെ സൈസും നമ്മൾ എൻ്റർ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ അത് പുറത്ത് സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതുകൊണ്ട് ക്ലോസ് ആവും. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അത് വളരെ ചെറിയതായിട്ടാണ് നിൽക്കുന്നത്. ഇതിന് വലിപ്പം കൂട്ടാനും നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പർട്ടീസ് ഉപയോഗിക്കാം. അതിനെ സെലക്ട് ചെയ്യുക, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, അലൈൻമെൻറ്റ് മാറ്റാം. അതുമാതിരി തന്നെ ടെക്സ്റ്റ് ഹൈറ്റ് കൂട്ടണമെങ്കിൽ കൂട്ടാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്യാം. വീണ്ടും പഴയ ചെയ്തമാതിരി തന്നെ അതിനെന്ത് ചെയ്യുക, മൂവ് ചെയ്ത് നമ്മൾ വെക്കുക. ഇനി ഇത് രണ്ടും ഒരു ലെയറിലേക്ക് മാറ്റണം. അപ്പോൾ അത് ലെയർ നോക്കുമ്പോൾ ലെയർ അതിൽ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഒരു ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലെയർ പുതിയത് ഉണ്ടാക്കുകയാണ്. അപ്പോൾ കാരണം ഇതിൻ്റെ ഇനി കോപ്പികൾ എടുത്തിട്ട് നമ്മൾ എഡിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം ഇതെല്ലാം കോപ്പി ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ലെയർ ഉണ്ടാക്കാൻ പോയാൽ ആ എല്ലാ ഒബ്ജക്റ്റുകളെയും പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ലെയറിലേക്ക് വീണ്ടും മാറ്റേണ്ടി വരും. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള പണി ഇതാണ്. ആ രണ്ടെണ്ണം ഞാൻ ആ ഒരു മോഡിഫിക്കേഷൻ വേണ്ടിയിട്ട് കാണിച്ചതാണ്. ഒരെണ്ണമായാലും മതി. ഇനി ഇതെന്ത് ചെയ്യാം, ഇതിന് വേണ്ട ഇടങ്ങളിലെല്ലാം നമ്മൾ കോപ്പി ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ കോപ്പി കമാൻഡ് ഉപയോഗിക്കുന്നു. ഇത്തരം കേസുകളിലെ ഒബ്ജക്റ്റ് സ്നാപ്പ് ഓഫാക്കണത് നല്ലത്. എങ്കിൽ നമുക്ക് സൗകര്യമായിട്ട് കൊണ്ടുവന്ന് വയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ എല്ലാ എൻഡ് പോയിൻറ്റുകളിലും ഒക്കെ അത് പോയി ക്ലിക്ക് ചെയ്യും. ഓക്കെ,
ഇപ്പോൾ അതെല്ലായിടത്തും ബെഡ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ മുകളിലത്തെ സൈസ് ഒന്ന് ചെറുതാക്കിയതാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യാം. ഇനി അത് എഡിറ്റ് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് സൈസ് മാറ്റാം. ബെഡ് മാറ്റാം. അപ്പോൾ അതൊരു കിച്ചണാണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഇങ്ങനെ കംപ്ലീറ്റ് കാര്യവും ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇത് എല്ലാ റൂമുകളുടെയും നെയിമുകൾ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിൻഡോയും ഡോറും ഒക്കെ മാർക്ക് ചെയ്യണം. വീണ്ടും ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്യണം, അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യണം, എഡിറ്റ് ചെയ്യണം. എന്താണ് ആ വിൻഡോയുടെ പേര്? W1. സോ W1 അവിടെ കൊടുക്കുന്നു. അതെവിടെയെല്ലാം ഉണ്ടോ അവിടേക്കെല്ലാം അതും ഇവിടെ കറക്റ്റായിട്ട് പൊസിഷനിൽ വെച്ചതിന് ശേഷം അവിടെ നിർത്തിട്ട് കോപ്പി എടുത്തിട്ട് എവിടെയെല്ലാം വെക്കണോ അവിടെയെല്ലാം നമുക്ക് ആ വിൻഡോ കൊണ്ടുവന്ന് വയ്ക്കാം. ഓക്കെ, വിൻഡോ 1. അത് കഴിഞ്ഞ് ഇതേമാതിരി തന്നെ വെൻറ്റിലേറ്റർ, ഡോർ, മറ്റെന്തെങ്കിലും ടെക്സ്റ്റുകൾ ഇതുമാതിരി ഓപ്പണിംഗ് എന്നോ ഷെൽഫ് എന്നോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാം അങ്ങനെ നമ്മൾ മാറ്റി പ്ലേസ് ചെയ്യാം. ഇപ്പോൾ എല്ലാ ഡോറും വിൻഡോ എല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഡയമെൻഷനാണ്. ഈ ഡയമെൻഷൻ നമ്മൾ പുതിയതായിട്ടൊരു പുതിയ ലെയറിലേക്ക് ചെയ്യണമെന്ന് നല്ലത്. അതുകൊണ്ട് നമ്മളൊരു പുതിയ ലെയർ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുക. അതിന് മുന്നേ ഡയമെൻഷനിൽ നമുക്ക് മോഡിഫിക്കേഷൻ വരുത്താനൊക്കെ ആയിട്ട് ഡയമെൻഷൻ സ്റ്റൈല് മോഡിഫൈ ചെയ്യാൻ അടിക്കുക, എൻ്റർ അടിക്കുക. എന്നിട്ട് ആ ഏത് ഡയമെൻഷൻ സ്റ്റൈൽ രണ്ടെണ്ണം കാണാം, അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക, സെറ്റ് കറണ്ട് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കറണ്ട് ഡയമെൻഷൻ സ്റ്റൈലായിട്ട് മാറും. അപ്പോൾ ആ ഒരു സ്റ്റൈൽ വെച്ചിട്ടാണ് നമ്മളിനി ഡയമെൻഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഡയമെൻഷൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ലെയർ ഒന്നുണ്ടാക്കാം. ഓക്കെ, ഇപ്പോൾ ലെയർ എല്ലാം അടിക്കുക. ഒരു നിങ്ങൾക്ക് ഡയമെൻഷനോ ഒക്കെ പറഞ്ഞാൽ ഞാനിവിടെ എളുപ്പത്തിന് DIM എന്ന് മാത്രം കൊടുക്കുകയാണ്. ഒരു കളർ സെറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി ലെയറെല്ലാം ഉണ്ടാക്കിയ അതേമാതിരി തന്നെ. ഓക്കെ, ഇവിടെ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ഡയമെൻഷൻ നമുക്ക് ചെയ്യാനുണ്ടാവും. അപ്പം നമ്മൾ ആദ്യമേ ഡയമെൻഷൻ ചെയ്തിട്ട് പിന്നെ ലെയറിലേക്ക് മാറ്റുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ ആദ്യം കറണ്ട് ലെയർ ആക്കുന്നതാണ്. കറണ്ട് ലെയർ ആക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാതെ വേണം അവിടെ പോയിട്ട് ലെയർ മാറ്റാൻ വേണ്ടിയിട്ട്. അനോട്ടേഷൻ ടാബിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ലീനിയർ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടൈപ്പ് ഡയമെൻഷനിങ് ഉണ്ട്. ഇവിടെ വന്നപ്പോൾ എൻഡ് പോയിൻ്റ് കാണാനില്ല. സോ F3 അല്ലെങ്കിൽ ഓസ്നാപ്പ് ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻഡ് മിഡൊക്കെ വരും. പിന്നീട് ഒന്നുമില്ല, നമുക്ക് വേണ്ടത് എവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോയിൻ്റുകളൊക്കെ ക്ലിക്ക് ചെയ്യുക, ഒരെണ്ണം ഒന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റൈലൊന്ന് മാറ്റാം. ഇപ്പോൾ കണ്ടോ, അത് ചെയ്തപ്പോൾ ഒന്നും കാണുന്നില്ല. സ്റ്റാൻഡേർഡ് സ്റ്റൈൽ ഉപയോഗിച്ച് ചെയ്തതാണ്, ടെക്സ്റ്റ് തീരെ കാണുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ സ്റ്റൈല് മാറ്റാം. ഡയമെൻഷനൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോയിട്ട് ഇപ്പോൾ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്റ്റൈലിൽ വരച്ച് വെച്ചിരിക്കുന്ന എല്ലാം മാറിപ്പോവും. ഒരുപാട് കാര്യങ്ങളിൽ സെറ്റിങ്സ് ഉണ്ട്. ഓരോന്നും നമ്മൾ മെനക്കെട്ട് പഠിക്കുക, സ്വയം നോക്കി പഠിക്കുക, അത്രയേ ഉള്ളൂ. ഇതിൽ എളുപ്പത്തിലുള്ളൊരു എല്ലാം ടെക്സ്റ്റ് ഹൈറ്റും അതുമായി തന്നെ ആരോ സൈസും എല്ലാം ഒറ്റയടിക്ക് മാറാനുള്ളതാണ്. ഫിറ്റ് എന്ന ടാബിൽ വന്നിട്ട് ആ സ്കെയിലൊന്ന് കൂട്ടി കൊടുക്കുക. അപ്പോൾ ഞാൻ 10 കൊടുത്തു. 10 ആക്കിയപ്പോഴും അത് കാണില്ല, കുറച്ചൊന്ന് വലുതായി എന്നുള്ളൂ. കാരണം നമ്മൾ സെൻറ്റിമീറ്ററിലാണ് വരയ്ക്കുന്നത്. അപ്പം മിനിമം ആ ടെക്സ്റ്റായിട്ടൊരു 20 അല്ലെങ്കിൽ 18 20 ആ ഒരു റേഞ്ചിൽ വരണം. അപ്പോൾ ആ ടെക്സ്റ്റ് വിൻഡോൻ്റെതെല്ലാം 25 വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, 0.18 ആണോ ആ ടെക്സ്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ 0.18 ആണ് ഉണ്ടാവുക. അതിനെ 18 ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇപ്പം എന്ത് ചെയ്യും, വലുതായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒപ്പം ആവശ്യമില്ലാതെ ഒരു 4 ഡെസിമൽ പ്ലേസസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുകയും വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഡയമെൻഷൻ സ്റ്റൈലിൽ പോകണം, മോഡിഫൈയിൽ പോകണം. മോഡിഫൈയിൽ പോയി കഴിഞ്ഞാൽ പ്രൈമറി യൂണിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അവിടെ മുകളിൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഡെസിമൽ പോയിൻ്റ് 4 അതൊന്നും മാറ്റാൻ നിൽക്കരുത്. അതുമാതിരി അതിൻ്റെ പോയിൻ്റ് ഡോട്ട് ഒക്കെ ഇടുമല്ലോ, അതെല്ലാം അവിടെ കാണാം. അതിൻ്റെ താഴെ ഒരു സപ്രഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ട്രെയിലിങ് വേണോ അത്. ആ ട്രെയിലിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു 0 അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അതിനെ 0യെ സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ഓക്കെ അത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ 0 പോയിട്ടുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഡെസിമൽ പ്ലേസസ് വരുന്നുണ്ടെങ്കിൽ അത് വരും, ഇല്ല 0 ആണെങ്കിൽ അത് ഒഴിവായി പോകും. കളറൊന്നും മാറ്റുന്നുണ്ട്, അതൊരു സുഖമില്ല, നീല ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നീല ഒരു സുഖമില്ലാത്തതുകൊണ്ട്. ഓക്കെ, ഇനി ബാക്കി ഡയമെൻഷൻ ചെയ്യാന്നുള്ളതാണ്. അനോട്ടേഷൻ ടാബിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം.
അതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ചെയ്ത അല്ലെങ്കിൽ ലാസ്റ്റ് ചെയ്ത ഡയമെൻഷനിൽ നിന്നും കണ്ടിന്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇതിങ്ങനെ പോകും. അപ്പം ഇനി ആ ലീനിയർ ഡയമെൻഷൻ ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് ഒരെണ്ണം ചെയ്യുക, പിന്നീട് ബാക്കിയെല്ലാം കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ചെയ്തു കൊടുക്കുക. ഇതങ്ങനെ 4 ഭാഗം നമുക്ക് ആവശ്യമുള്ള എല്ലാ ഡയമെൻഷനും നമ്മൾ ഇതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്തു കൊടുത്താൽ മതി. ഒരെണ്ണം ലീനിയർ, ബാക്കി കണ്ടിന്യൂ വെച്ചിട്ട് ചെയ്തു കൊടുക്കുക. ഇപ്പോൾ എല്ലാ ഡയമെൻഷനും ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ഡയമെൻഷൻ്റെ പൊസിഷൻ, ടെക്സ്റ്റിൻ്റെ പൊസിഷനൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡയമെൻഷനെ പോയി സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നീല ടിക്ക് വരും. അവിടെ നിന്ന് മൗസ് വെറുതെ വെച്ച് കഴിഞ്ഞാൽ ഒരു മെനു വരും. അതിൽ കാണിക്കുന്നതിൽ ഏത് മോഡൽ വേണോ അത് ആ ടൈപ്പിൽ നമുക്ക് ടെക്സ്റ്റ് മാത്രം വിത്ത് ലീഡർ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ സൗകര്യപ്രദമായിട്ട് ഇതിനെ പൊസിഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഏതെങ്കിലും ഡയമെൻഷൻ്റെ ടെക്സ്റ്റ് ഒന്നിൻ്റെ മുകളിൽ വേറെ ലൈനിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് പൊസിഷനൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണ് ഡയമെൻഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഡയമെൻഷൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആ ഡയമെൻഷൻ ലൈൻ കണ്ടോ, എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വോൾ മുതൽ കാണിക്കുന്നത്, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും മോഡിഫൈയിൽ വന്നു കഴിഞ്ഞാൽ ലൈൻസിൽ വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഇമേജിന് താഴെയായിട്ട് കാണാം ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ചോദിക്കുന്നു. അപ്പോൾ ഒന്നുകിൽ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, അതായത് എവിടെയാണോ നമ്മൾ ഡയമെൻഷൻ വോളിൽ ക്ലിക്ക് ചെയ്തിട്ടുള്ളത് ആ പോയിന്റിൽ നിന്നും എത്ര മാറിയിട്ടാണ് അത് വേണ്ടത് എന്നാണ് ആ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ചോദിക്കുന്നത്. അപ്പോൾ അത് കൊടുക്കുക. അതാണ് ഒരു ഓപ്ഷൻ. അത് നമ്മളിങ്ങനെ മാറ്റി കൊടുക്കുമ്പോൾ അത് മാറുന്നത് കാണാം. ഇനി അതല്ല, നമുക്ക് ആ ഒരു എക്സ്റ്റൻഷൻ ലൈൻ എന്നാണ് ഇനി പറയുക. ആ എക്സ്റ്റൻഷൻ ലൈനിൻ്റെ ലെങ്ത്ത് ഒരു ഫിക്സഡ് എമൗണ്ട് വേണം. ഇത് എവിടെ ഡയമെൻഷൻ ചെയ്താലും ആ ഒരു അളവ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അതിലൊരു ഫിക്സഡ് ഇത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ടിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ കൊടുക്കുന്ന എത്രയാണോ ആ അളവാണ് ആ ഒരു ഡയമെൻഷൻ്റെ എക്സ്റ്റൻഷൻ ലൈന് ഉണ്ടാവുക. ഇപ്പോൾ ആ ഡയമെൻഷൻ വാല്യൂസ് എഴുതിയ ലൈനിനെ ഡയമെൻഷൻ ലൈനൊന്നും, ഈ ഒരു സൈഡിൽ വെർട്ടിക്കലായിട്ട് നിൽക്കുന്നതിനെ ആരോ പോയി ടച്ച് ചെയ്യുന്ന ആ ലൈനിനെ ആണ് എക്സ്റ്റൻഷൻ ലൈൻ എന്നും പറയുന്നത്. സോ നമ്മൾ സെറ്റ് ചെയ്ത മാതിരി എല്ലാം ഒരു കൃത്യമായ അളവിൽ ആ ഒരു ഡയമെൻഷൻ മുഴുവനും അവിടെ ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഡയമെൻഷൻ ചെയ്യുന്നത്. നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ കറണ്ട് ലെയർ 0 ഒക്കെ ആക്കാം. അല്ലെങ്കിൽ വീണ്ടും എന്തെങ്കിലും വരയ്ക്കുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആ ലെയർ തന്നെ വരും. ഇനി എനിക്ക് തോന്നുന്നു നമുക്കൊരു സൺഷെയ്ഡ് ഉണ്ട്. ആ ഒരു സൺഷെയ്ഡ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 60 വോളിൽ നിന്നും ഒരു 60 ഓഫ്സെറ്റ് ചെയ്തിട്ടാണ് സൺഷെയ്ഡ്. ഓൾറെഡി ഒരു 5 നമ്മൾ ആ പ്ലിന്ത് ഓഫ്സെറ്റ് ചെയ്തിട്ടുണ്ട് പ്രീ ലൈൻ വെച്ചിട്ട്. അവിടെ നിന്ന് ഒരു 55 കൂടി അതിനെ ഓഫ്സെറ്റ് ചെയ്യണം. അപ്പോൾ മൊത്തം വോളിൽ നിന്ന് 60-ലാവും. പിന്നെ നമ്മൾ വെൻറ്റിലേറ്റർ ചെയ്ത മാതിരി തന്നെ അതിൻ്റെ ലൈൻ ടൈപ്പ് ഹിഡൻ ആക്കി മാറ്റാനുണ്ട്. അപ്പോൾ അതിന് സെലക്ട് ചെയ്യുക, പ്രോപ്പർട്ടീസ് പോയിട്ട് ഹിഡൻ ആക്കുക, അതിൻ്റെ ലൈൻ ടൈപ്പ് സ്കെയിൽ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടുക. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ സൺഷെയ്ഡ്, കാരണം സൺഷെയ്ഡ് ത്രൂ ഔട്ട് ഉണ്ടെന്നുള്ള ഒരു ഇതിലാണ്. അപ്പോൾ അതല്ല നമ്മളുടെ വിൻഡോയ്ക്ക് മാത്രമായിട്ടാണ് എന്നൊക്കെയാണെങ്കിൽ അങ്ങനെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കഷ്ണം മുറിച്ച് ചെയ്യാം. അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ ഇനി വേണ്ടത് അതിനൊരു ഹെഡിങ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് പ്ലാനാണ്. സോ ആ ഒരു ടെക്സ്റ്റിനെ ബാക്കി റൂം ടെക്സ്റ്റും ഒക്കെ ചെയ്ത മാതിരി തന്നെ ടെക്സ്റ്റ് കോപ്പി ചെയ്യണു, അതിൻ്റെ ഇത് എന്താണ് വേണ്ടത് വെച്ചാൽ കണ്ടൻറ്റ് അടിക്കുന്നു, അതിനെ സെലക്ട് ചെയ്യണു, അതിനുശേഷം എന്ത് ചെയ്യുക, പോയിട്ട് സൈസ് കൂട്ട് കുറയ്ക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം പ്രോപ്പർട്ടീസ് വഴി ചെയ്യാം. അപ്പോൾ സിമ്പിളായിട്ട് ഒരു പ്ലാൻ, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് വോള്, ഡോറ്, വിൻഡോ, ഹാച്ച്, കുറച്ച് ടെക്സ്റ്റ്, ഡയമെൻഷൻ, ബേസിക് പ്ലാനാണ് ഈ കംപ്ലീറ്റ് ആയിട്ടുള്ളത്.